ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ ക്ഷണം ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരിക്കുന്ന എല്ലാവരെയും ഇൻഡസ് വിവയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ സൂം മീറ്റിംഗിലായിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി തീർക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരോഗ്യകരമായ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞായിരിക്കാം നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്തു തന്നെ ആയാലും വരാൻ പോകുന്ന ചില നിമിഷങ്ങൾ നിങ്ങൾ പൂർണ്ണമായി ഇതിൽ ശ്രദ്ധ കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയൊരു അവസരത്തെ പറ്റി നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കേൾക്കുന്നതിന് മുമ്പായി ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരുമിച്ച് കൂടാൻ ഇങ്ങനെ അവസരം ഒരുക്കി തന്ന സർവശക്തന്റെ മുൻപാകെ ഒരു 5 സെക്കൻഡ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കായിരിക്കാം. പ്ലീസ് ഫോർ പ്രേയർ. യെസ്, താങ്ക് യു. നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഡിജിറ്റൽ മാധ്യമത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിനോടനുബന്ധിച്ച് നിങ്ങൾ എല്ലാവരും കഴിയുന്നിടത്തോളം എല്ലാവരും വീഡിയോ ഓണാക്കി തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നല്ല ഡ്രസ്സിങ്ങോടുകൂടെ ആയിരിക്കുക. ഡ്രസ് കോഡ് കറക്റ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വീഡിയോ ഓണാക്കി ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ശ്രദ്ധയോടെ നിങ്ങൾ ആയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരാൻ പോകുന്ന ചില നിമിഷങ്ങൾ പൂർണ്ണമായി ശ്രദ്ധ കൊടുത്താൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളിലേക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എത്തിക്കാൻ തക്കവണ്ണം അതിന് ആപ്റ്റായ ഒരു വ്യക്തി ഇന്നിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു. കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് ജയചന്ദ്രൻ, കൊല്ലം സ്വദേശി ജയചന്ദ്രൻ സാറിനെ തുടർന്നുള്ള പ്ലാൻ പ്രസന്റേഷന് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ജയചന്ദ്രൻ സാർ. താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ നൈസ് ഇൻട്രൊഡക്ഷൻ. ഗുഡ് ഈവനിങ് എവരിബഡി. പേര് പരിചയപ്പെടുത്തി, ജയചന്ദ്രൻ, കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശിയാണ്. ബേസിക്കലി ഞാനൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിരുന്നു. ആ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബന്ധുവാണ് ഈ ഒരു നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കേൾക്കാൻ പോകുന്ന അവസരം എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തോടെ വിശ്വാസത്തിൽ ഒപ്പം ചേർന്നു ഇന്ന് വളരെ ആത്മാർത്ഥതയോടെ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു അവസരത്തിൽ എനിക്ക് അവസരം തന്ന എൻ്റെ ആ സ്പോൺസർക്കും എൻ്റെ ലീഡേഴ്സിനും എന്നോടൊപ്പം അസോസിയേറ്റ് നോക്കാൻ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു പ്രോഗ്രാമിന്റെ സാധ്യതകൾ, ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് നമ്മുടെ ജോൺസൺ സാർ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇനി വരുന്ന കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധ ഈ ഒരു അവസരത്തിൽ തന്നുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സ്ക്രീൻ ഒരു PPT ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കാം. ശരിക്കും നമ്മളെല്ലാം ഇന്നിപ്പോ ഈ ഒരു സാർ പറഞ്ഞതിൽ തന്നെ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൂടിയിരിക്കുകയാണ്. വിവ ഓറിയന്റേഷൻ പ്രോഗ്രാം, VOP, അതാണ് നമ്മൾ ഇത് സൂമിൽ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിലെ നിങ്ങൾ വളരെ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധ തന്നുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളെ ഈ ഒരു പുതിയ അവസരം നിങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞാൻ ഈ അവസരം ഇനി കേൾക്കണോ, എന്തിനാണെന്നൊക്കെ തോന്നിയേക്കാം. ഏതായാലും നമ്മളൊക്കെ മാന്യമായിട്ട് അധ്വാനിച്ചിട്ട് പ്രതിഫലം പറ്റിയിട്ട് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത്തരം ആൾക്കാർ നമ്മൾ ഈ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലൂടെ വരുമാനം വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ 4 തിരിച്ചുകൊണ്ട് ഒരു സോറി സാറേ, അപ്പൊ നമ്മള് വരുമാനം വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ 4 തിരിച്ചുകൊണ്ട് ഒരു ചിത്രത്തിൽ കാണുന്ന റോബർട്ട് കിയോസാക്കി, ഇദ്ദേഹം ഒരു US പൗരനാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ഒരു പുസ്തകം. ഇതിന്റെ അതായത് ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരു പുസ്തകത്തില് മലയാളത്തിൽ പോലും നമുക്ക് ഈ പുസ്തകം അവൈലബിൾ ആണ്. അപ്പൊ ആ പുസ്തകത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല അനുസരിച്ച് 4 ഒരു ക്വാഡ്രന്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നു, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്. അത് നമുക്കൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. അപ്പൊ ആദ്യത്തെ ഈ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിലെ ഇടതുവശത്തുള്ള ആദ്യത്തെ ഒരു ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ E എന്നാണ്. അതിന് E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ സമയബന്ധിതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് സാലറി വാങ്ങി ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള എംപ്ലോയീസ് ആണ്. അവർക്ക് എത്ര വലിയ പൊസിഷൻ ആണെങ്കിലും അവർ എംപ്ലോയി ആണ്.
രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ് ആണ്. സെൽഫ് എംപ്ലോയിഡ് എന്നാൽ യു ഓൺ എ ജോബ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടായിരിക്കും. ആ ജോലിയുടെ പ്രാവീണ്യത്തിൽ ഇപ്പൊ നമുക്ക് നാട്ടിൻപുറത്ത് കാണാം, ഒരാൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേസണറി വർക്ക് ചെയ്യുന്നവർ, കാർപ്പൻട്രി വർക്ക് ചെയ്യുന്നവർ, ടൈൽ വർക്ക് ചെയ്യുന്നവർ, ടൈലേഴ്സ്, അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു കാറ്റഗറി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പിന്നെ എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ, ഇവര് അതുപോലെ തന്നെ നമ്മൾ സെലിബ്രിറ്റി ലൈനിൽ സ്റ്റൈലിൽ കാണപ്പെടുന്ന, അഭിനയിക്കാൻ അറിയാവുന്ന, അഭിനയം കൈമുതലായിട്ടുള്ളവർ, അത് മോഹൻലാലിനെ പോലെ, മമ്മൂട്ടിയെ പോലെ, പാർവതിയെ പോലെയൊക്കെ ഉള്ളവരെ അഭിനയിച്ച് ജീവിക്കുന്നു. ഇവരെ സംബന്ധിച്ച് ഇവരൊക്കെ സെൽഫ് എംപ്ലോയിഡ് ആണ്. ഇനി വലതുവശത്തുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ് ഓണർ, അവർക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മളൊക്കെ സാധാരണ നാട്ടിൻപുറത്ത് ചെറിയ ചെറിയ കച്ചവടങ്ങളോ വർക്ക്ഷോപ്പോ ഒക്കെ നടത്തുന്നവരെ ബിസിനസ് എന്ന് പറയാറുണ്ടെങ്കിലും റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഈ എക്കണോമിസ്റ്റ് പറയുന്നു, അങ്ങനെ അതിനൊരു ബിസിനസ് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സിസ്റ്റത്തിലൂടെ ആയിരിക്കണം അത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരികയും ആ പ്രവർത്തിക്കുക എന്നുണ്ടെങ്കിലാണ് അത് ബിസിനസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് ഇന്ന് കൂട്ടാൻ പറ്റുന്നത് യൂസഫ് അലി സാറിന്റെ ലുലു മാളുകൾ, അതല്ലെങ്കിൽ റിലയൻസിന്റെ ട്രെൻഡ് പോലെ, അല്ലെങ്കിൽ സ്മാർട്ട് പോലെയുള്ള മേഖല, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ആണെങ്കിൽ ഭീമ ജുവലറി, അല്ലെങ്കിൽ ആലുക്കാസ് പോലെയൊക്കെയുള്ള അത്തരത്തിലുള്ള വലിയ സംഭവങ്ങളെയാണ് ബിസിനസ് ആയിട്ട് നമുക്ക് കാണാൻ പറയുന്നത്. അല്ലാത്തൊന്നും ബിസിനസ് ആയിട്ട് പറയുന്നില്ല. ഇനി നാലാമത്തെ ഒരു കാറ്റഗറി ഇൻവെസ്റ്റർ കാറ്റഗറിയാണ്. അവർക്ക് വേണ്ടിയിട്ട് പണമാണ് വർക്ക് ചെയ്യുന്നത്. പണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അതായത് വലിയ കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അവർ, അതല്ലെങ്കിൽ വലിയ കെട്ടിടങ്ങളോ ഭൂമിയോ ഒക്കെ വാങ്ങിയിട്ട് അതിലൂടെ അവർക്ക് വരുമാനം വരുന്നുണ്ടാവും. അങ്ങനെ പണം കൊണ്ട് പണത്തെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇൻവെസ്റ്റേഴ്സ്. ഈ നാല് പേരിൽ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടുള്ള ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇടതുവശത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവര് സ്വന്തമായിട്ട് അവരുടെ ഒറ്റയ്ക്കുള്ള അധ്വാനത്തിലൂടെ അവർ പ്രവർത്തിക്കുമ്പോൾ മാത്രം പരിമിതമായ ഒരു ഇൻകമാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതാണ് അവരുടെ വരുമാനം. അവരോ അവരുടെ ഫാമിലിയോ ഒരിക്കലും സേഫ് അല്ല. അതേസമയം വലതുവശത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇടതുവശത്തുള്ള ഓരോ കൂട്ടം ആൾക്കാരുടെ ബുദ്ധിയും സമയവും പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഒരു ടീമിനെ വർക്ക് ചെയ്യിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കാത്തപ്പോൾ പോലും പാസീവ് ഇൻകം വാങ്ങിക്കൊണ്ട്, പരിധിയില്ലാത്ത ഇൻകം വാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് വലതുവശത്തുള്ളവര്. അവരെ കുറിച്ച് പറയുന്നത് ഓണ്ടർപ്രണേഴ്സ് എന്നാണ്. അപ്പോൾ ഓണ്ടർപ്രണേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഒരു എന്റർപ്രണർഷിപ്പിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ ഏറ്റവും നല്ല കരിയറായിട്ട് പറയപ്പെടുന്നത് ശരിക്കും എന്റർപ്രണർഷിപ്പാണ്. അതെന്താണ് കാരണം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിവാർഡിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് യുവർ ഓൺ ബോസ്, നമുക്ക് അതിന്റെ ബോസ് ആയിട്ട് മാറാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു അതേഴ്സ്, നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. അതിനേക്കാളൊക്കെ ഉപരി വർക്ക് ഇൻ എ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു കാർഷിക രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ബഹുമാന്യനായ പ്രധാനമന്ത്രി പോലും പറയുന്നു, രാജ്യത്തിന് വേണ്ടിയിട്ട് സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണ്ടർപ്രണേഴ്സ് ആർ ദ വെൽത്ത് ക്രിയേറ്റർ ഓഫ് നേഷൻ. അപ്പൊ നേഷന് വേണ്ടിയിട്ട് സമ്പത്ത് സൃഷ്ടിക്കുന്നവരാണ് നമ്മുടെ ഈ ഓണ്ടർപ്രണേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു ഓണ്ടർപ്രണർ ആവാൻ എന്തൊക്കെ നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ റിസോഴ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ വേണം, പിന്നെ എന്ത് വേണം? ഐഡിയ. ഇപ്പോൾ സാധാരണഗതിയിലുള്ള ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ people think capital is important, but capital can be arranged, idea can't be. നമുക്കറിയാം, സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയിൽ അത് കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിലേക്ക് പണം മുടക്കാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടാവും. അപ്പൊ 21ാം നൂറ്റാണ്ടിലെ ബിസിനസ്സുകളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഐഡിയ ബേസ്ഡ് ബിസിനസ്സുകളാണ്. നമ്മൾ ഫുഡ് ഡെലിവറി ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാനായിട്ട് പിന്നെ ഓലെ ഊബർ പോലെയുള്ള ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാവുന്ന ബൈജൂസ് ആപ്പ്, ഇതൊക്കെ തന്നെ ഐഡിയ അധിഷ്ഠിതമായ ബിസിനസ്സുകളാണ്. അപ്പോൾ അത്തരം ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് പണം മുടക്കാൻ ആൾക്കാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്ന് അത്തരത്തിലുള്ള ഐഡിയ ഇല്ലാതെ വിഷമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഐഡിയയാണ് ഇന്ന് നമ്മളിവിടെ പ്രദാനം ചെയ്യുന്നത്. അപ്പൊ ആ ഐഡിയ പറയുന്നതിന് മുമ്പ് നമുക്ക് നോക്കാം, നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കണക്കനുസരിച്ച് 3 ഒന്നുകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. പക്ഷെ ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോണ ഈ ഒരു സിനർജിയിൽ, ആ ഒരു സമന്വയത്തിൽ 3 ഒന്നുകൾ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 111 അഥവാ അതിനേക്കാൾ വാല്യൂ ഉള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലെ ആദ്യത്തെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പറയുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയെ കുറിച്ചിട്ട് ഇനി വരാൻ പോണ മേഖല, അതായത് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് നമ്മുടെ എക്കണോമിസ്റ്റുകൾ പ്രെഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സർബാനന്ദ സോനോവാൾ, നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്, അദ്ദേഹം പറയുന്നു ആയുഷ് ക്യാൻ പ്ലേ ഇമ്പോർട്ടന്റ് റോൾ മേക്കിംഗ് ന്യൂ ഇന്ത്യ. അപ്പോൾ അതാണ് ആ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസിന്റെ സാധ്യതയെങ്കിൽ. രണ്ടാമത്തെ ഒന്ന് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ഒന്ന് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്ന മനുഷ്യൻ ഡൊണാൾഡ് ട്രംപ് ആണ്. യുഎസിന്റെ, അതായത് അമേരിക്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ധനികനുമായിട്ടുള്ള ഒരു മുൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പറയുന്നു, ഡയറക്ട് സെല്ലിംഗ് ഈസ് ആക്ച്വലി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മോസ്റ്റ് റെസ്പെക്ടഡ് ബിസിനസ് മോഡൽസ് ഇൻ ദ വേൾഡ് ആൻഡ് ഹാസ് സ്റ്റുഡ് ദി ടെസ്റ്റ് ഓഫ് ടൈം. കാലങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളതും ഒരുപാട് പഴക്കമേറിയതും ഒരുപാട് ബഹുമാനം അറിയിക്കുന്നതുമായ ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. മൂന്നാമത്തെ ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ബിൽഗേറ്റ്സ് ആണ്. ബിൽഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനും അതുപോലെ തന്നെ ശതകോടീശ്വര പട്ടികയിൽ വളരെ കാലം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തിട്ടുള്ള ബിൽ ഗേറ്റ്സ് പറയുന്നു, ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് പറയുന്നത്, ഇഫ് യുവർ ബിസിനസ് ഈസ് നോട്ട് ഓൺ ദ ഇന്റർനെറ്റ് ദെൻ യുവർ ബിസിനസ് വിൽ ബി ഔട്ട് ഓഫ് ബിസിനസ്. അതായത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ, അത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് ഔട്ടായി പോകുന്നു. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം ചെയ്യുന്നവരായിക്കോട്ടെ, അതല്ലെങ്കിൽ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവരായിക്കോട്ടെ, അവർ പോലും അവരുടെ പണം സ്വീകരിക്കുന്നത് ഗൂഗിൾ പേയിലൂടെയാണ്. അപ്പോൾ ഇന്റർനെറ്റിന്റെ ഒരു സാധ്യത സാധാരണക്കാരൻ എത്രത്തോളം അതുമായിട്ട് ഇഴുകി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ, പണ്ട് നമുക്ക് റേഷൻ മേടിക്കണമെങ്കിൽ റേഷൻ കാർഡും സഞ്ചിയും പൈസയും ഉണ്ടെങ്കിൽ റേഷൻ മേടിക്കാമായിരുന്നെങ്കിൽ, ഇന്ന് ഇന്റർനെറ്റ് കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് റേഷൻ പോലും വാങ്ങാൻ പറ്റും. അത്രത്തോളം സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഇന്റർനെറ്റ്. അപ്പോൾ അങ്ങനെ ഈ ഒരു 3 സംഭവങ്ങൾ കൂടി ചേരുമ്പോൾ ആ ഒരു സമന്വയം ഇതാണ് ഏറ്റവും ഇനി വളരാൻ പോകുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന മേഖലയും, അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ബഹുമാനം അറിയിക്കുന്ന ഒരു മേഖലയും, പഴക്കമേറിയ മേഖലയും, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്ന് പറയുന്ന അനന്ത സാധ്യതകളുള്ള ഒരു മീഡിയവും കൂടി ചേരുമ്പോൾ ആ 3ഉം കൂടി ചേരുന്ന ഒരു സിനർജിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഇൻഡസ്വ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സയൻസ് ബാക്കപ്പ് ഉള്ള ഒരു കമ്പനിയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മേഖലയിലെ പൈനിയേഴ്സായിട്ട് ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു മഹത് പ്രസ്ഥാനമാണ് ഇൻഡസ്വ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിന്റെ ഓഫീസാണ് നമ്മുടെ വിവാ ടവർ എന്ന പേരിൽ കാണുന്ന ബാംഗ്ലൂരിലെ ഓഫീസാണ് നമ്മൾ കാണുന്നത്. ഒപ്പം ഈ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ പറഞ്ഞു ഇനി ഇവിടെ വരാൻ പോകുന്നത് വെൽനസ് മേഖലയാണെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആ വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെ അതിന്റെ റിസർച്ചും ഡെവലപ്മെന്റുകളൊക്കെ നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ ടോക്കിയോ ആസ്ഥാനമായിട്ടുള്ള ബയോ ആക്റ്റീവ്സ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. ഇത് ഇൻഡസ്വ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഒരു പാരന്റ് കമ്പനിയാണ്. അതുപോലെ നമ്മുടെ ഫാക്ടറി നമ്മുടെ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. നമ്മുടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് നെലമംഗല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഫാക്ടറി. അവിടെ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.5 ലാക്ക് യൂണിറ്റ് ആണ് ഒരു മാസം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ഇന്റഗ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ്. ആയുഷ് നേരത്തെ നമ്മുടെ സർബാനന്ദ് സോനോവാൾ പോലും പറഞ്ഞതാണ്. ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് 5 ഡിപ്പാർട്ട്മെന്റുകളാണ്. അപ്പോൾ ആയുഷ് മിനിസ്ട്രി ഓഫ് ആയുഷ് നമുക്ക് തന്നിട്ടുള്ള പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് സീറോ സൈഡ് എഫക്റ്റ് ആണെന്നും ഏത് പ്രായത്തിലുള്ളവർക്ക് ഇത് ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ യാതൊരുവിധ പരിശോധനയില്ലാതെ നമുക്ക് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും കയറ്റി അയക്കാവുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പരിചയപ്പെടാവുന്ന പ്രൊഡക്റ്റുകൾ. ഒപ്പം നമുക്ക് ഓരോ രാജ്യത്തെയും നിയമങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് കോഷർ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങൾ ഓരോരോ രാജ്യത്ത് ഓരോ നിയമങ്ങളാണ്, ആ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിട്ട് ഉള്ള GMP സർട്ടിഫൈഡ് ആണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒപ്പം സിസോട്ടിന്റെ ISO ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സാപ്പ് എന്ന് പറയുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ജർമ്മൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും 10 വർഷം മാത്രം പ്രായമുള്ള നമ്മുടെ ഒരു കമ്പനി ഇന്ത്യയിലെ വൻകിട വ്യവസായ ഗ്രൂപ്പുകളുടെ ഒരു കൺസോർഷ്യത്തിൽ നമുക്ക് മെമ്പർഷിപ്പ് ലഭിച്ചിട്ടുള്ളതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന അവാർഡും റെക്കഗ്നേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് നമുക്ക് 2022-23 കാലത്ത് വളരെ കൃത്യമായിട്ട് ടാക്സ് അടച്ചതിന്റെ ആ ടാക്സ് പേ ചെയ്തതിന്റെ കാര്യങ്ങൾ പറ്റിയിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻ അപ്രിസിയേഷൻ തന്നിരിക്കുന്നു. അതുപോലെ തന്നെ 2022 നമുക്ക് തന്നിരിക്കുന്നത് ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ കമ്പനി എന്നുള്ള ഒരു അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേടിക്കൊണ്ടാണ് നമ്മുടെ ഈ കമ്പനി ചെയ്യുമ്പോൾ ഇൻഡസ്വ ചെയ്യുന്നത് പ്രകൃതിയുടെ നന്മകൾക്കൊപ്പം ആരോഗ്യത്തിന്റെ വിത്തുകൾ പാകുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 6 പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ പരിചയപ്പെടാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ശരിക്കും നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് പറയുകയാണെങ്കിൽ നമ്മുടെ പൂർവികരുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ ആരോഗ്യസ്ഥിതിയായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികര് വളരെ കാലം ആരോഗ്യത്തോടെ ജീവിക്കുകയും വളരെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് മരിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അടങ്ങുന്ന ഒരു തലമുറ ഇന്ന് വളരെ ഒരു 30-35 വയസ്സ് മുതൽ തന്നെ ജീവിതം നമുക്ക് കുറച്ചേ ഉള്ളൂ, പക്ഷെ നമ്മൾ മരിച്ചു ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഹെൽത്ത് കൺസേൺസ് അന്നത്തെ അവരുടെ കാലത്ത് അവരനുഭവിച്ചിരുന്നത് പകർച്ചവ്യാധികളായിരുന്നെങ്കിൽ ആ പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ മലേറിയ, ട്യൂബർ, ഈ വില്ലൻ ചുമ, അല്ലെങ്കിൽ ക്ഷയരോഗം, ഡിഫ്തീരിയ, സ്മാർട്ട് പോക്സ്, ചിക്കൻ പോക്സ്, പ്ലേഗ്, ഫ്ലൂ പോലെയുള്ള മൈക്രോ ഓർഗാനിസം മൂലം ഉള്ള പകർച്ചവ്യാധികളായിരുന്നെങ്കിൽ ഇന്ന് നമ്മളടങ്ങുന്ന ഒരു തലമുറ അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർഡിയോവാസ്കുലർ പ്രശ്നങ്ങളും ക്യാൻസറും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അതുപോലെ സ്ട്രോക്ക് മുതലായ പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ്. അപ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികര് കഴിച്ചിരുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഔഷധ തുല്യമായ അല്ലെങ്കിൽ ഔഷധത്തിന് സമാനമായ ഭക്ഷണമായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് പോയിസണാണ്. സ്ലോലി പോയിസണിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് 98% ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ 98% കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്താണ് നമ്മുടെ ബോഡി ദിവസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത
രീതിയിലുള്ള ഭക്ഷണം ശരീരത്തിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ശരീരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മുടെ പോഷകാഹാരങ്ങളാണെങ്കിൽ നമ്മൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ പോഷകാഹാരങ്ങളില്ലാത്ത ജങ്ക് ഫുഡുകൾ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുത്തി നിറച്ചുകൊണ്ടുള്ള ആ ഒരു ഭക്ഷണക്രമത്തിലേക്ക് പോയതാണ് നമ്മുടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെങ്കിൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അസുഖം വന്ന് ചികിത്സിച്ചതിനേക്കാൾ നല്ലത് അസുഖം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ ഒരു നല്ല ഒരു ആരോഗ്യകരമായ നാളേക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഇഫ് യു ഡോണ്ട് ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് ടുഡേ, നാളെ കാലത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ ലൈഫ് ടൈമിൽ ഇൽനെസ്സിന് വേണ്ടിയിട്ട് നാളെ കാലങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അത്തരം സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ പൂർവികരുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ പൂർവികർ ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ടേറിയൻസ് ആയിരുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരത്തെ ഒരു മനുഷ്യന് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട പോഷകാഹാരങ്ങൾ ലഭിക്കണമെങ്കിൽ 3.5 കിലോ ഓർഗാനിക് ആയിട്ടുള്ള മൾട്ടി കളറുള്ള ഗാർഡൻ ഫ്രഷ് ആയ പഴങ്ങൾ കഴിക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ നമുക്കത് സാധ്യമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ ചേർന്ന പഴമാണെങ്കിൽ പോലും അത് നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ നമ്മളൊരു പഴത്തെ പരിചയപ്പെടുത്തുന്നു, അസായി ബെറി. ഇത് ആമസോൺ റെയിൻ ഫോറസ്റ്റുകളിൽ കാണപ്പെടുന്ന ഒരു പഴമാണ്. മുന്തിരിങ്ങ വലുപ്പത്തിലുള്ള ഒരു പഴമാണ്. സൂപ്പർ ഫ്രൂട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പഴത്തിന്റെ ഒറാക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തണ്ണിമത്തൻ എന്ന് പറയുന്നത് നല്ല പഴമാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ 1027 ഇരട്ടി ഓറാക്ക് വാല്യൂ ഉള്ളതാണ് നമ്മുടെ ഈ അസായി ബെറി എന്ന് പറയുന്ന ഒരു പഴം. ഇത് നമ്പർ 1 ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഏജിങ് സപ്പോർട്ടാണ്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ടാവും, കാർഡിയാക് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ അസായി ബെറി എന്ന് പറയുന്ന ഈ ഒരു പഴവും ഒപ്പം 9 പഴങ്ങളുടെയും എക്സ്ട്രാക്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അമേരിക്കൻ സ്പേസ് ഏജൻസി നാസ അവരുടെ ആസ്ട്രോനട്സിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഡ്രിങ്ക് ഏസ്റ്റൺ എന്ന പേര് ഡെവലപ്പ് ചെയ്തെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അസായി ബെറിയും ഒപ്പം 14 പഴങ്ങളുടെയും ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതൊരു രാവിലെ ഒരു 30 ml, വൈകിട്ട് ഒരു 30 ml, അങ്ങനെ ഒരു 60 ml കൺസ്യൂം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 3.5 കിലോ ഫ്രൂട്ട്സ് കഴിച്ചാൽ, ഗാർഡൻ ഫ്രഷ് ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള മൾട്ടി കളറിലോ ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ത് ഗുണം അദ്ദേഹത്തിന് ലഭിക്കുമോ അതായിരിക്കും ഒരു 60 ml നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു 26ഓളം മേജർ ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത് പൊട്ടിച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, കാരണം ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അടുത്ത ഒരു ഇതിന്റെയൊക്കെ ശരിക്കും നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെയൊക്കെ ജേണലിൽ, മെഡിക്കൽ ജേണലുകൾ അതുപോലെ തന്നെ ക്ലിനിക്കൽ സ്റ്റഡീസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അടുത്ത നമ്മളെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഐഡൽ ഗമ്മീസ് ആണ്. അതായത് മിഠായി രൂപത്തിൽ ഒരു ബോക്സിനകത്ത് 4 വ്യത്യസ്ത അവയവങ്ങളുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജാറിൽ ഒരു 30 മിഠായി തരത്തിൽ അങ്ങനെ 120 മിഠായി അടങ്ങിയ ഐഡൽ ഗമ്മീസ് ആണ് നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഹെൽത്തിന് വേണ്ടിയിട്ട്, അത് ബ്രെയിൻ ഇതിന് വേണ്ടിയിട്ട് അശ്വഗന്ധയും ബ്രഹ്മിയും ഒക്കെ സമ്പുഷ്ടമായിട്ടുള്ള മൈൻഡ് ഗമ്മീസ് നമ്മൾ ഉപയോഗിക്കാം. അത് നമുക്കൊരു ബ്രെയിൻ ഫുഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പ്രഭാത ഭക്ഷണത്തോടൊപ്പം നമ്മൾ ഒരു ഒപ്ത ഗമ്മീസ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനെ അത് സംരക്ഷിക്കുന്നുണ്ടാവും. ഒപ്പം ഉച്ചഭക്ഷണത്തിന് മുമ്പ് നമ്മളൊരു കട്ട് ഗമ്മീസ് കഴിക്കുകയാണെങ്കിൽ ത്രിഫലയാലും ലിക്കറൈസ് എക്സ്ട്രാക്ട് ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗമ്മീസ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ, നമ്മുടെ കുടലിനെയും അതുപോലെ തന്നെ വയറിനെയൊക്കെ സംരക്ഷിക്കുന്നുണ്ടാവും. ഒപ്പം നമ്മുടെ അത്താഴത്തിന് ശേഷം നമ്മൾ ബെഡ് ടൈമിലേക്ക് പോകുമ്പോൾ എപ്പറ്റോഗമീസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ലിവറിനെയും സംരക്ഷിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ രണ്ടാമത് നമ്മൾ പരിചയപ്പെട്ട പ്രൊഡക്റ്റ് എങ്കിൽ ഇനി മൂന്നാമത് നമ്മൾ പരിചയപ്പെടാൻ പോണ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം വളരെ കാലത്ത് റിസർച്ചിന് ശേഷം കമ്പനി വളരെ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് 35 വയസ്സെത്തുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് മൂലം അവർ അനുഭവിക്കുന്ന മാനസികമായിട്ട് ശാരീരികമായിട്ടും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോമൺ ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മുടെ ഐ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിനകത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളിൽ നടക്കുന്ന കുർക്കുമീനും അതുപോലെ അസ്പരാഗസ്, ബോസ്വേലിയ, കുന്തിരിക്ക ഇതിന്റെ എക്സ്ട്രാക്റ്റും ഒപ്പം ആയുർവേദത്തിന്റെ നമ്മുടെ ചങ്ങലം വെല്ലണ്ട, അതുപോലെ തന്നെ നെല്ലിക്ക, കരിനൊച്ചി ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഉപയോഗക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐപ്പൾസ് പോലെ തന്നെ രാവിലെ ഒരു 30 ml വൈകിട്ട് ഒരു 30 ml ഉപയോഗിക്കുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചോളം അവർക്ക് വളരെയേറെ പ്രയോജനമുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ നമുക്ക് മെഡിക്കൽ ജേണലുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോണ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വെച്ചിട്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ
അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ഒരു ഷുഗർ എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മുടെ ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ചരക സംഹിത ചരകമുനിയാൽ രചിക്കപ്പെട്ടപ്പോൾ അതിൽ പോലും പ്രതിപാദിക്കുന്ന ഒരു ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ നമ്മുടെ പറയുന്ന പ്രമേഹം അഥവാ മധുമേഹം എന്ന് സംസ്കൃതത്തിൽ പറയുന്ന ഈ ഒരു അവസ്ഥ. ഇത് മോഡേൺ മെഡിസിൻ പോലും ഇതൊരു അസുഖമായിട്ട് കാണുന്നില്ല. എന്താണ് ഇതിന് പ്രതിവിധി എന്നും നമ്മുടെ ചരക സംഹിതയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സലേഷ്യ റെറ്റിക്കുലേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൊൻകുരണ്ടി എന്നും സപ്തരംഗം എന്നും ഒക്കെ നാട്ടിൽ പറയുന്ന ഏകനായകം എന്ന് പറയുന്ന ഒരു ഔഷധ ചെടിയുണ്ട്. ഇത് നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. അതിന്റെ വേര് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് മധുമേഹത്തെ തരണം ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനി ഏതാണോ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുന്ന മോളിക്കൂള് അത് തിരിച്ചെടുത്തിട്ട് സൾസിറ്റാൾ എന്ന് നമ്മൾ പേറ്റന്റ് എടുത്തിട്ട് ആ പേറ്റന്റ് സൾസിറ്റാളും ഒപ്പം കൂർഗ് മേഖലയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒന്നാം തരം കോഫി ബീനും അതിനോടൊപ്പം വൈറ്റ് ബീൻസിന്റെ എക്സ്ട്രാക്റ്റും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഐ കോഫി. ഇത് 2 വേരിയന്റുകൾ ലഭിക്കുന്നു. ബ്ലാക്ക് കോഫി, കട്ടൻ കാപ്പി ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ബ്ലാക്ക് കോഫി, അതുപോലെ തന്നെ പാല് ചേർത്തത് ഉപയോഗിക്കണമെന്നുള്ളതിന്റെ ക്രീമർ. ഇങ്ങനെ ഒരു ബോക്സിൽ 50 സാഷേ വീതമുള്ള രണ്ട് വേരിയന്റിൽ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഒരു ആതന്റിക് കോഫിയുടെ ടേസ്റ്റ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഹെർബൽ കോഫി കുടിച്ചുകൊണ്ട് നമുക്കൊരു ക്വാളിറ്റി ലൈഫിലേക്ക് വരാൻ പറ്റുന്നുണ്ടാവും. പ്രമേഹം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എത്ര ദീർഘകാലം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന കഫൈൻ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഐ കോഫി. ഇപ്പോൾ പ്രമേഹം ഉള്ളവർ അവരുടെ ഗുളികയോ ഇൻസുലിനോ എടുക്കുന്നതിനോടൊപ്പം രാവിലെയും വൈകിട്ട് ഓരോ കോഫി വീതം കുടിക്കുവാണെങ്കിൽ മെല്ലെ മെല്ലെ അവരുടെ ആ ഔഷധത്തിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഒരു കോഫിയിലൂടെ നമുക്കൊരു നല്ല ക്വാളിറ്റി ലൈഫിലേക്ക് വരാൻ പറ്റുന്നുണ്ടാവും. ഈ പ്രൊഡക്റ്റിന്റെയും കോഫിയെ സംബന്ധിച്ചും നമുക്ക് ഇതിന്റെ ജേണലുകളൊക്കെ ലഭ്യമാണ്. അടുത്ത നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം, പുരുഷനായാലും സ്ത്രീ ആയാലും സൗന്ദര്യം ആസ്വദിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലേപനങ്ങളുടെ രൂപത്തിലാണ് സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതെങ്കിൽ നമ്മൾ ഏഷ്യൻ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ അവതരിപ്പിക്കുന്നു, ഐ ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത ഇത് ശരിക്കും 4 വ്യത്യസ്ത രുചികളിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനകത്ത് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ സ്പൈസസിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള കാശ്മീർ വാലിയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂ ചേർത്തിട്ട് 4 വ്യത്യസ്ത രുചികളിൽ 35 ഗ്രാമിന്റെ സാഷേ രൂപത്തിൽ ബ്ലാക്ക് കറന്റ്, സ്ട്രോബെറി, മാംഗോ, ഓറഞ്ച് എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പൊ അത്താഴത്തിന് ശേഷം ഒരു 15 മിനിറ്റ് ശേഷം ഒരു സാഷേ വെച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റയർ ബോഡിയിലെയും സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങളുടെ കാരണം നമ്മുടെ ത്വക്കിന്റെ പ്രശ്നമല്ല, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിന്റെ അശുദ്ധിയാണ്. അപ്പൊ ബ്ലഡിനെ ശുദ്ധീകരിക്കാനും അതുപോലെ ഒപ്പം കരളിനെ സംരക്ഷിക്കാനുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഐ ഗ്ലോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ അവസാനത്തെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഏറ്റവും ഫൈനലായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ സ്ലിം ഫ്ലാറ്റ് അമീസ്. പേര് പോലെ തന്നെ ഇതൊരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. അമിതവണ്ണം, പൊണ്ണത്തടി, കൊടവേറ് മൂലം കഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചീത്ത കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞിട്ട് നല്ല കൊഴുപ്പിനെ നിലനിർത്തി അവരുടെ പൊക്കത്തിനനുസരിച്ചുള്ള തൂക്കം നിലനിർത്താൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. BMI കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഐ സ്ലിം ഫ്ലാറ്റ് അമീസ്. ഇതും 4 വ്യത്യസ്ത രുചികളിൽ ബാർ രൂപത്തിൽ ലഭിക്കുന്നു. അപ്പോൾ 75 ഗ്രാമിന്റെ ഒരു ബാർ. അപ്പോൾ അമിതവണ്ണം, കുടവേറുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്താഴം ഒഴിവാക്കുക. അത് 7 മണിക്കും 9 മണിക്കും ഇടയ്ക്ക് വളരെ സമയമെടുത്ത് നമ്മുടെ സലൈവയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാർ കഴിക്കുക. അതിനോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക. അതിനുശേഷം പകൽ സമയത്തും നന്നായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊഴുപ്പിനെ കറക്റ്റ് നല്ലൊരു ബോഡി ഷേപ്പിലേക്ക് എത്തുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് BMI കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനി അണ്ടർ വെയിറ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഇതേ പ്രൊഡക്റ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അവരെല്ലാ നേരത്തെയും ഭക്ഷണം കഴിക്കുക. അധികമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളൊരു ബാർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കും അവരുടെ പൊക്കത്തിനനുസരിച്ചുള്ള തൂക്കം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതാണ് ഐ സ്ലിം ഫ്ലാറ്റ് അമീസ്. ഈ പ്രൊഡക്റ്റുകളുടെയൊക്കെ നമുക്ക് അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്റർനാഷണൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ ഏത് രാജ്യത്തേക്ക് നമുക്ക് കയറ്റി അയക്കാമെന്നൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ പ്രസൻസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏകദേശം 23 രാജ്യങ്ങളിൽ നിന്നിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുകയും അവർ നമ്മളെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായിട്ടുള്ള അമേരിക്ക വരുന്നു, അതുപോലെ യാഥാസ്ഥിക മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള സൗദി അറേബ്യ, അതുപോലെ ജൂതന്മാർ ഇറ്റലിയിലും കുവൈറ്റിലും, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുകൾ കയറ്റി അയച്ചുകൊണ്ട് നമ്മുടെ ഒരു സാന്നിധ്യം ലോകമൊട്ടാക്ക് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ട് യുവർ വിവ ജേണി വിത്ത് അതായത് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ നമുക്ക് ഈ ഒരു എന്റർപ്രണറിയൽ ജേണി നമുക്ക് ആരംഭിക്കാൻ പറ്റുന്നുണ്ടാവും വിവയോടൊപ്പം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വിവ റീറ്റെയിലർ ആയിട്ട് ഇൻഡസ്ട്രിയിൽ നമുക്ക് എൻറോൾ ചെയ്യാം. അങ്ങനെ അതായത് കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറിനും റിസർച്ചിനും ഡെവലപ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കമ്പനി ചെലവാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ പൈസ മുടക്കവും ഇല്ലാതെ ഈ ഒരു എന്റർപ്രണറിയൽ ജേണിയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3D സപ്പോർട്ട് ആയിരിക്കും കിട്ടുന്നത്. എന്താണ് 3D സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന ആളായിരിക്കും നിങ്ങളുടെ സ്പോൺസർ. അദ്ദേഹത്തിന്റെ ലീഡർ അടങ്ങുന്ന വലിയൊരു നേതൃത്വ നിര നിങ്ങളെ സദാ
സംരക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനൊപ്പം ഉണ്ടാവുന്നുണ്ടാവും. അതുപോലെ ഇൻഡസ്വാ എന്ന് പറയുന്ന കമ്പനി നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് കൊറിയറിൽ സാധനങ്ങൾ എത്തിച്ചെന്ന് നമ്മൾ സഹായിക്കുന്നുണ്ടാവും. ഒപ്പം നമ്മുടെ കമ്പനിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, വൈബ്രന്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു, വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു ബിസിനസ്സിൽ വന്നാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാന്ന് പറഞ്ഞു തരാനായിട്ട് വൈബ്രന്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ഒരു 3D സപ്പോർട്ട് കൂടി നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഏത് എന്റർപ്രണർഷിപ്പിന്റെയും ആദ്യപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എന്റർപ്രണർഷിപ്പ് ഈസ് സെല്ലിംഗ്. അങ്ങനെയാണെങ്കിൽ ബി എ ഗുഡ് സെയിൽസ്മാൻ, ഇവഞ്ച്വലി യു വിൽ ബിക്കം എ ഗുഡ് ബിസിനസ്മാൻ. ഇത് പറഞ്ഞിരിക്കുന്നത് ധീരുഭായ് അംബാനിയാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മലയാളിയായ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി, അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്ന സ്റ്റെബിലൈസർ വിറ്റിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഇന്ന് വി-ഗാർഡ് എന്നും മണ്ഡല എന്നൊക്കെ പറയുന്ന വലിയ ഒരു വ്യവസായ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് മാറിയിട്ടുള്ളത് ആദ്യം അദ്ദേഹം സെയിൽസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സെയിൽസിനെ കുറിച്ചിട്ട് നമുക്കൊരു തെറ്റായ ധാരണയുണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് ഒരു ചതിവാണ്, വഞ്ചനയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ സെയിൽസ് എന്ന് പറയുന്നത് ഒരു നോബിൾ ആക്ട് ആണ്, ഒരു മാന്യമായ പ്രവൃത്തിയാണ്. അത് പറ്റിക്കലോ വഞ്ചിക്കലോ അല്ലെങ്കിൽ യാചിക്കലോ ഒന്നുമല്ല. അതും നമുക്ക് ഏത് കമ്പനി എടുത്ത് നോക്കിയാലും ആ കമ്പനിയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്ന പറഞ്ഞാൽ ഒരു ഇൻഫോർമേറ്റീവ് സെല്ലിംഗ് ആണ്. നമ്മുടെ എതിരെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സഹായിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള, അതായത് ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് സപ്പോർട്ട് ആവശ്യമുള്ളവർ, അതുപോലെ കാർഡിയാക് വെൽനസ് സപ്പോർട്ട് ആവശ്യമുള്ളവർ, വെയിറ്റ് മാനേജ്മെന്റ് സപ്പോർട്ട് ആവശ്യമുള്ളവർ, വിമൻ ഹെൽത്ത് സപ്പോർട്ട് ആവശ്യമുള്ളവരും, സ്കിൻ ഹെൽത്ത് സപ്പോർട്ട് ആവശ്യമുള്ളവർ, ഇത്തരത്തിലെ വൈറ്റൽ ഓർഗൻ സപ്പോർട്ട് ആവശ്യമുള്ളവരുടെയൊക്കെ ഒരു ഇടയിലേക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് സെല്ല് ചെയ്തുകൊണ്ട് നമുക്കൊരു നല്ല എന്റർപ്രണർ ആയിട്ട് മാറാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളുടെയൊക്കെ ചെറിയ വീഡിയോ, 1 മിനിറ്റ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഇംഗ്ലീഷിലും എല്ലാ ഭാഷകളിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുക. പോസിറ്റീവായിട്ട് റെസ്പോൺസ് ചെയ്യുന്നവർക്ക് നമ്മൾ VR ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഇ-കൊമേഴ്സ് ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവരെ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 500 രൂപ വന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. അങ്ങനെ എങ്ങനെ നമുക്കൊരു VR ൽ നിന്നൊരു സ്റ്റാർ റാങ്കിലേക്ക് എത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ആയിട്ട് ഒരു 4 ആഴ്ച കൊണ്ട് ഒരു 300 PV അഥവാ 12 പ്രൊഡക്റ്റ് നമ്മൾ റീറ്റെയിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ കമ്പനിയുടെ ആദ്യത്തെ റാങ്കായ സ്റ്റാർ റാങ്കിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ സ്റ്റാർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടാവും. അത് സ്റ്റാർ റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് നെറ്റ്വർക്കിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. VR-നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവരെ നമ്മളുടെ ഒരു സഹായത്തോടെ അവരെയും നമ്മൾ ഒരു സ്റ്റാർ ആക്കാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ ആക്കുകയാണെങ്കിൽ നമ്മളും അവരും കൂടെ ചേർന്നിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ ചെയ്യുന്ന ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ടാവും. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയയിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 20%, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീറ്റെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 500 രൂപ ലഭിക്കുന്നു. നമ്മൾ ബിൽഡ് ചെയ്ത നെറ്റ്വർക്കിൽ അവർ ചെയ്യുന്ന ബിസിനസിന്റെ 5 to 10% നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇത്തരത്തില് ഈ ഒരു ബിസിനസ് രീതി ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളടക്കം, ഗാന്ധി യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി അടക്കം ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു പഠന വിഷയമായിട്ട് മാറ്റി ഒരു സബ്ജക്ട് ഇന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ അനധിവിദൂര ഭാവിയിൽ ഈ ഒരു ഗ്രാജുവേറ്റ്സിന്, അതായത് ഈ ഒരു മേഖലയിൽ ഗ്രാജുവേറ്റ് എടുത്തവർക്ക് മാത്രമായിരിക്കും ഈ മേഖലയിൽ കടന്നു വരാൻ പറ്റുന്നത്. ഇന്ന് യാതൊരുവിധ മുൻപരിചയമില്ലാതെ നമുക്ക് എത്താൻ പറ്റുന്നുണ്ടാവും. അപ്പം ബാക്കി എവിടെ നമുക്ക് ചെയ്താലും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആ പൈസ മാത്രം ഇവിടെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പൈസയോടൊപ്പം നമുക്ക് റിവാർഡുകളും കിട്ടുന്നുണ്ടാവും. അതായത് നമ്മൾ ആദ്യത്തെ റാങ്ക് എന്ന് നമ്മൾ 12 പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റാർ റാങ്കിലേക്ക് എത്തുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു 24 പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാർ 250 എന്ന റാങ്കിൽ എത്തുമ്പോൾ 2 പ്രൊഡക്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് കമ്പനി തരുന്നുണ്ടാവും. ഒപ്പം സ്റ്റാർ 500 എന്ന റാങ്കിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഗോവയിൽ നടക്കുന്ന ഒരു ബൂട്ട് ക്യാമ്പിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബിസിനസ്സിലൂടെ നമ്മൾ 1 ലക്ഷം രൂപ നേടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ആ ഒരു ബിസിനസ് ഓണർക്ക് തരുന്നു. ഒപ്പം എക്സിക്യൂട്ടീവ് റാങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൂബി മുതൽ നമുക്ക് ശരിക്കും റൂബി ഒരു 2.5 ലക്ഷം രൂപ നമ്മൾ ബിസിനസ്സിലൂടെ വാങ്ങി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ കോ ആപ്ലിക്കന്റിനൊപ്പം ഒരു തായ്ലൻഡ് ട്രിപ്പാണ്. ദെൻ നമ്മൾ ഒരു പേൾ എക്സിക്യൂട്ടീവ് ആയിട്ട് മാറുമ്പോൾ, അതായത് 7.5 ലക്ഷം രൂപ നമ്മൾ വാങ്ങി ഒരു പേളാവുമ്പോൾ നമുക്കൊരു കോ ആപ്ലിക്കന്റ് വിത്ത് നമുക്കൊരു മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് തരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു എമറാൾഡ് റാങ്കിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ഉസ്ബെക്കിസ്ഥാനിലേക്ക് കോ ആപ്ലിക്കന്റുമായിട്ട് ട്രിപ്പ് തരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു സഫയർ എക്സിക്യൂട്ടീവ്, അതായത് 50 ലക്ഷം രൂപ രൂപ വാങ്ങി കഴിയുമ്പോൾ നമ്മൾ സഫയർ എക്സിക്യൂട്ടീവ് ആവുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ദുബായ് ട്രിപ്പ് തരുന്നു. ഒപ്പം 1 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് നമ്മളൊരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയിട്ട് മാറുമ്പോൾ സിംഗപ്പൂരിലേക്ക് സിംഗപ്പൂരിൽ ഒരു സ്റ്റാർ ക്രൂയിസിലേക്ക് അതിലെ ഒരു യാത്ര നമ്മുടെ കോ ആപ്ലിക്കന്റുമായിട്ട് തരുന്നു. അങ്ങനെ ഇത് നമ്മളെ ഭൂമിയിൽ നിന്ന് എല്ലാം തിരിച്ചെടുക്കുക മാത്രമല്ല ഒരു റൈറ്റ് കോസ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഭൂമിയെ ഇതുപോലെ ഹരിതാഭയായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിപണനം ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റിനോടൊപ്പവും നമ്മൾ വളരെ
പ്രീഷ്യസ് ആയിട്ടുള്ള പഴങ്ങളുടെ വിത്തുകൾ നമ്മളിപ്പം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മൾ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി. നമ്മളെല്ലാം സൊസൈറ്റിയിൽ നേടിയെടുക്കുക മാത്രമല്ല, ഇൻഡസ്വ ഹെൽത്ത് സ്കൂൾ ആൻഡ് ഏർലി ലേണിംഗ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്കൂള്, അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ യാതൊരുവിധ ലാഭേച്ഛയില്ലാതെ നമ്മുടെ യുവ ടവറിന്റെ ഒരു ഫ്ലോറിൽ നമ്മൾ അത്തരത്തിലൊരു സ്കൂളുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഹിയർ ഈസ് ദ റൈറ്റ് കരിയർ. നിങ്ങൾക്ക് ഇത് ഇൻഡസ്വ എന്ന് പറയുന്ന ഒരു കരിയർ ആയിട്ട് തിരഞ്ഞെടുക്കാം. ഇത് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. 16 റാങ്കുകളാണ് നമുക്ക് ഈ കമ്പനി ഉള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് സ്റ്റാർ റാങ്ക് ആണ്. ആ ഒരു സ്റ്റാർ റാങ്കിൽ നമ്മളൊരു VBO, അതായത് VR-ൽ നമ്മളൊരു VBO ആയിട്ട് മാറുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് മാറുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രതിബദ്ധതയോടുകൂടി ഒരു വർഷം നമ്മൾ ഈ ഒരു ബിസിനസ് ആത്മാർത്ഥതയോടെ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 1 ലക്ഷം രൂപ വരെ നേടാൻ പറ്റുന്ന പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡസ്വയുടെ ഒരു സക്സസ് സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് ഈ ഇന്ത്യയിൽ, അതായത് ഏറ്റവും ചെറിയ ഒരു സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 21ഓളം, ഇതൊക്കെ ഒരു കണക്ക് പറയുന്നത് 2023 ഡിസംബർ വരെയുള്ള കണക്കനുസരിച്ച് നമ്മൾ പറയുന്നതാണ്, 86ഓളം കോർപ്പതികളെ, അതായത് കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ മാത്രം 21ഓളം കോർപ്പതികളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്വ കമ്പനി അവര് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ വരാൻ പോകുന്ന, അതായത് 2030ഓടുകൂടി ഇൻഡസ്ട്രി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കണ്ട 81 പേരെ 1000 കോടിപ്പതികളെ സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഒരാളാവാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, ഇനിയും ഇന്നത്തെ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നമ്മൾ എടുത്തിരുന്ന തീരുമാനങ്ങളാണ്. ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്പ്. ഇത് പറഞ്ഞിരിക്കുന്നത് ആന്റണി റോബിൻസൺ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മോട്ടിവേറ്ററും ഓതറുമൊക്കെ ആയിട്ടുള്ള അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു നല്ല തീരുമാനത്തിലേക്ക് വരാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് കടന്നു വരാൻ, നമ്മുടെ ആപ്ലിക്കേഷനും നമ്മുടെ കോൺട്രാക്റ്റും സൈൻ ചെയ്യുക, ഒപ്പം നമ്മുടെ KYC അപ്ലോഡ് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഡസ്ട്രിയോടൊപ്പം നല്ല ഒരു ജേണി, നമ്മുടെ എന്റർപ്രണർ ജേണി ആരംഭിക്കാൻ പറ്റുന്നുണ്ടാവും. ഒപ്പം നമ്മൾ ആദ്യം പരിചയപ്പെട്ട ഒരു ക്യാഷ് ഫ്ലോ ക്വാർട്ടറിലേക്ക് ഒന്നും തിരിച്ചു വരാം. അതായത് ലെഫ്റ്റ് ക്വാർട്ടറിൽ നിൽക്കുന്ന ലോകത്തെ ജനസംഖ്യയുടെ 95% ഇടതുവശത്തുള്ള നമ്മളെ പോലെയുള്ള സാധാരണക്കാരാണെങ്കിൽ, നമ്മുടെ ആ ക്വാർട്ടറിന്റെ ചെയ്ത് ഇടതുവശത്തു നിന്നും ബിസിനസ് ഓണേഴ്സോ ഇൻവെസ്റ്റേഴ്സോ ആയിട്ട് മാറാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗമായിട്ട് റോബർട്ട് ആക്കി നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അത് ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് നമ്മുടെ ക്വാർട്ടറിന്റെ ചേഞ്ച് ചെയ്ത് ഒരു ബിസിനസ്സുകാരനോ ഇൻവെസ്റ്ററോ ആയിട്ട് മാറാൻ പറ്റുന്നുണ്ടാവും. പ്ലാൻ ബിഗർ, പ്ലാൻ ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ ഒരു സ്റ്റാർ റാങ്കിലേക്ക് എത്തി ഒരു VBO ആയിട്ട് മാറുകയാണെങ്കിൽ, എന്താണ് 2 ദിവസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചില നിബന്ധനകൾ ഉള്ളതുകൊണ്ട് ഒരു ദിവസം നമുക്ക് 8 പ്രൊഡക്റ്റുകളെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 2 ദിവസം, ഇല്ലെങ്കിൽ നമുക്ക് 1 ദിവസം കൊണ്ട് പറ്റും. അങ്ങനെ 2 ദിവസം കൊണ്ട് നമ്മൾ ഒരു സ്റ്റാർ ആയിട്ട് മാറുക. ആ സ്റ്റാർ ആയിട്ട് മാറിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മളെ ശനിയാഴ്ചകൾ നമ്മൾ VROയിൽ പങ്കെടുക്കുക. ആ VROയിൽ പങ്കെടുക്കുന്നതിന് വെച്ച് മിനിമം 1 പ്രൊഡക്റ്റെങ്കിലും നമ്മൾ സെല് ചെയ്തതിന് ശേഷം അതിലേക്ക് എത്തുക. അങ്ങനെ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ കമ്പനിയുടെ സൈറ്റുകളായ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ നല്ല ഒരു എന്റർപ്രണർഷിപ്പായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നുണ്ടാവും. നല്ല ഒരു എന്റർപ്രണറായിട്ട് മാറാൻ നല്ല ഒരു അവസരം, ഇതാണ് നമ്മൾ പറഞ്ഞ അവസരം. ആ അവസരം ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഈ ഒരു നല്ല തീരുമാനമെടുക്കാൻ ഈശ്വരൻ പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട്, നിങ്ങൾ ഇത്രയും ക്ഷമയോടെ കാത്തിരുന്ന നിങ്ങൾക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വാ. താങ്ക് യു. താങ്ക് യു ജയചന്ദ് സാർ. സാർ വളരെ മനോഹരമായി പ്ലാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ കേട്ടത്. ഇവിടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡയമണ്ട് കാറ്റഗറിയെ പറ്റിയും അതുപോലെ കോടിയിലധികം രൂപ വരുമാനം വാങ്ങിച്ച വ്യക്തികളെ പറ്റിയൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 10 വർഷം കൊണ്ട് ഏകദേശം 91ഓളം ക്രോർ പ്രൈസിനെ ക്രിയേറ്റ് ചെയ്ത ഒരു കമ്പനിയുടെ സക്സസ് സ്റ്റോറിയെ പറ്റി നിങ്ങൾ കേട്ടു. നിങ്ങൾ കേട്ടത് വലിയൊരു ബിസിനസ്സാണ്. ഈ ബിസിനസിന്റെ യാത്രയിൽ ഇൻഡസ്ട്രിയോടൊപ്പം ചേർന്ന് ഇന്ന് കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് റാങ്കിൽ, അതായത് 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് റാങ്കായ റൂബി എക്സിക്യൂട്ടീവ് റാങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മുമ്പായി ഞങ്ങൾ കേൾപ്പിക്കാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു. കമ്പനിയുടെ റൂബി എക്സിക്യൂട്ടീവ് മിസ് ചെങ്ങന്നൂർ സ്വദേശി ജോർജ് വർഗീസ് സാറിനെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയറിനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ജോർജ് വർഗീസ് സാർ. സാറേ, ഹലോ, ഓഡിബിൾ ആണോ സാറേ? യെസ് സാർ, യെസ് സാർ, തീർച്ചയായും. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ജോർജ് വർഗീസ്. എന്നെ ജോൺസൺ സാറ് പരിചയപ്പെടുത്തി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ വരവ്.
ഞാൻ ബേസിക്കലി ഒരു MBA ഗ്രാജുവേറ്റ് ആണ്. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 12 വർഷത്തോളം ഫിനാൻസ് മേഖലയിലായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. നാട്ടിൽ വന്ന കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന് ഇങ്ങനെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിലൊക്കെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള റൂബി എക്സിക്യൂട്ടീവ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മെലിൻ മാത്യു എന്ന് പറഞ്ഞ് അദ്ദേഹം വഴിയാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ബിസിനസ്സിലേക്ക് വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എന്നാൽ പോലും കമ്പനിയുടെ ഈ റൂബി എക്സിക്യൂട്ടീവ് എന്നുള്ള ഒരു റാങ്കിലേക്ക് എത്തുവാൻ എനിക്ക് സാധിച്ചു. അത് എന്നെ ഇപ്പൊ തന്നെ ജയചന്ദ്ര സാർ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്ലാനൊക്കെ പറഞ്ഞു തന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ സ്പോൺസേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അതായത് ലീഡർഷിപ്പിന് സപ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഈ ഒരു 2.5 ലക്ഷം എന്നുള്ള ഒരു ഏണിംഗിലേക്ക് വരുന്നതും. അതുപോലെ തന്നെ എനിക്ക് സ്റ്റാർ സമ്മിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇപ്പോൾ അടുത്ത മാസം നടക്കുന്നുണ്ട്, അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു എന്റെ കോ ആപ്ലിക്കന്റ്, അതായത് എന്റെ വൈഫ് മൊത്തം എനിക്കൊരു തായ്ലൻഡ് ട്രിപ്പ് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഇതെല്ലാം എന്റെ ടീമിന്റെയും എന്റെ ലീഡേഴ്സിന്റെയും സഹായം കൊണ്ട് മാത്രമാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ ഒരു ബിസിനസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം എല്ലാവർക്കും ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പനിയുടെ ഇൻകം പ്ലാനും അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളും, അതായത് പ്രൊഡക്ഷനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ ഇന്ന് ആരാണോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അവരുമായിട്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വിജയങ്ങൾ മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സാർ. നെക്സ്റ്റ് ഞാൻ വിളിക്കാൻ പോകുന്നത്, നിങ്ങൾ കേട്ടു, കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ് 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയോടൊപ്പം ഇന്ന് ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നു. കൊട്ടാരക്കര സ്വദേശി, കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ്, മില്യനർ ക്ലബ് മെമ്പറുമായ ഫവാസ് അബ്ദുൾ റഷീദ് സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം ഫവാസ് സാർ. Okay, thank you, Johnson sir. Thank you for your warm welcome. Audible അല്ലേ? യെസ് സാർ. Okay, thank you so much. വളരെ മനോഹരമായി തന്നെ ജോൺസൺ സാറിനെ പരിചയപ്പെടുത്തി. പേര് ഫവാസ് അബ്ദുൾ റഷീദ്, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കുന്നിക്കോട് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ഞാൻ ബൈ ബർത്ത്. ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഈ ഒരു ഒറ്റ ക്ലിക്കിൽ കണക്ട് ആയിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിവേ, ബൈ പ്രൊഫഷൻ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ബൈ പ്രൊഫഷൻ ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു IT കമ്പനിയിൽ അവിടുത്തെ ഒരു ടെക്നിക്കൽ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ സ്വന്തം മാമൻ വഴി, അങ്കിൾ വഴി ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നത്. ആദ്യം അദ്ദേഹത്തിനെ ഞാൻ റിജക്ട് ചെയ്തു, ഓപ്പർച്യൂണിറ്റി റിജക്ട് ചെയ്തെങ്കിൽ പോലും തുടക്ക സമയത്ത് ഐപൾസ് എന്ന് പറയുന്ന ജയ്സൺ സാർ പരിചയപ്പെടുത്തി ആ ഒരു പ്രോഡക്റ്റിന്റെ മദറിന് കൊടുക്കേണ്ടായിരുന്നു. മദറിന് ന്യൂറോൺ സംബന്ധമായിട്ടുള്ള ഒരു ഡിസ്ക് ബൾജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഏകദേശം അറൌണ്ട് ഒരു 2-3 മന്ത്സ് ഐപൾസ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത സമയത്ത് നല്ലൊരു റിസൾട്ട് വീട്ടിൽ കിട്ടുകയും ആ റിസൾട്ടിനെ തുടർന്നാണ് വീണ്ടും ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടി കേൾക്കാൻ തയ്യാറാവുകയും എന്റെ ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ഒരു അഡീഷണൽ ഇൻകം എന്ന രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ജയ്സൺ സാർ പറഞ്ഞു, ഒരു പ്രോഡക്റ്റ് നമ്മളുടെ പർച്ചേസിൽ ഇൻക്ലൂഡ് ഒരു വ്യക്തി പർച്ചേസ് ചെയ്താൽ 500 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. അതാണ് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തത്. കാരണം ഞാൻ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു. ചിലപ്പോൾ 12-14 മണിക്കൂറൊക്കെ ഓഫീസ് ടൈം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്നാലും കിട്ടിയിരുന്ന ബേസിക് സാലറി വെറും 15,000 റുപ്പീസ് ആയിരുന്നു. അപ്പോഴാണ് ഒരു 500 രൂപ എക്സ്ട്രാ കിട്ടുമെന്ന് പറയുന്ന അത് റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ്. അങ്ങനെ ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 6 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ വെനസ്ഡേസിലും അക്കൗണ്ടിലേക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ വരുന്നുണ്ട്. അറൌണ്ട് ഒരു 6 വീക്ക് കഴിഞ്ഞ് ഞാൻ ടോട്ടൽ ഒന്ന് അഗ്രിഗേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു പാർട്ട് ടൈം ആയിട്ട് ചെയ്ത അവസരത്തിൽ നിന്ന് എനിക്ക് ഏകദേശം 18,250 രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കമ്പനിയിൽ നിന്ന് ക്രെഡിറ്റ് ആയി. അന്നാണ് ഞാൻ ലൈഫിൽ വലിയൊരു ഡിസിഷൻ എടുക്കുകയും ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുത്ത് ഈ ഒരു ബിസിനസ് ചെയ്തു. ഫ്രം ദ വെരി ബിഗിനിങ് ടു ദിസ്, അക്കോർഡിംഗ് ടു ലാസ്റ്റ് വീക്ക് ടോട്ടൽ ഏകദേശം 21 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഈ ഒരു കമ്പനിയിൽ നിന്നും ക്രെഡിറ്റ് ആയി. വെറും 15,000 രൂപ സാലറിയിൽ വർക്ക് ചെയ്തിരുന്ന എന്നെ സംബന്ധിച്ച് ഈ 2024 എന്ന് പറയുന്ന ഇയർ ഓഫ് എഫിഷ്യൻസിയാണ്. കാരണം ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസവും ഏകദേശം 1 ലാഖിന് മുകളിലാണ് എന്റെ ഈ ഒരു കമ്പനിയിൽ നിന്നുള്ള പ്രോഫിറ്റ്. എനിക്ക് മാത്രമല്ല, എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത ഒട്ടനവധി ആളുകൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു ഒരു 4 വീലർ, അറൌണ്ട് 10 ലാഖ് റുപ്പീസ് വർത്ത് വരുന്ന ഒരു 4 വീലർ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഒപ്പം വന്ന ഒട്ടനവധി ആളുകൾക്ക് അച്ചീവ് ചെയ്യിച്ചു കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഈ ഒരു അവസരത്തിലൂടെ ആത്മാർത്ഥമായി ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് എന്റെ കഴിവോ മിടുക്കോ അല്ല. കാരണം എന്റെ കഴിവോ മിടുക്കോ ആയിരുന്നെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു 3-4 കോർപ്പറേറ്റ് കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയിരുന്നേനെ ഞാൻ
ഒരുപക്ഷെ 75,000 1 ലക്ഷമോ 1.5 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുന്ന ഒരു എംപ്ലോയി ആയി മാറിയതിന് ഞാനൊരു സ്കിൽഡ് ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നെങ്കിൽ, മറിച്ച് ഇവിടെ ജെയ്സി സാർ അവസാനത്തിൽ പരിചയപ്പെടുത്തിയ പോലെ തന്നെ വൈബ്രന്റ് വിവ എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒപ്പം ടീമിന്റെ അൺകണ്ടീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ടാണ് എനിക്കും എന്റെ ഓർഗനൈസേഷനിലുള്ള മറ്റും ഒട്ടനവധി ആളുകൾക്കും ഈ ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത്. സോ ഇന്ന് ആദ്യമായിട്ട് അവസരം കേട്ട ആളുകളോട് തികച്ചും ജീവിതത്തിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും വിശദമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓവർ ടു ജോൺസൺ സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ, താങ്ക് യു. ഒരു ജോലിക്കാരനായിരിക്കെ തന്നെ ആ മേഖല പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ ബിസിനസ് ചെയ്ത വ്യക്തികളുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരുന്നത് അല്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലും ഇങ്ങനെ ഓടിപ്പോയി കാണും, ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്കും പറ്റുമെന്ന്. തീർച്ചയായിട്ടും പറ്റും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ബിസിനസ്മാൻ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തി തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതിന് പറ്റിയൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത ചില വ്യക്തികളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടതും. എന്നാൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ഗ്രേറ്റ് ലീഡറിന്റെ, കമ്പനിയുടെ സഫയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ നിന്ന് ബിസിനസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയുടെ കീനോട്ട് സ്പീക്കിംഗ് ആണ്. അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത്രയും നേരം കേട്ടതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാം കൂടെ കാച്ചിക്കുറിക്കിയ രീതിയിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കാനും നിങ്ങൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങാനും പറ്റുന്ന രീതിയിൽ ശരിയായ രീതിയിൽ അദ്ദേഹം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന സെക്ഷനിൽ പൂർണ്ണമായും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ ഒരു ലാസ്റ്റ് സെഷനിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡറിനെ വിളിക്കാൻ പോകുന്നു. ഈ കമ്പനിയിൽ നിന്നും 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട്, കേൾക്കുക, സാധാരണക്കാരനായിരുന്ന വ്യക്തി 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് കമ്പനിയുടെ ഒരു ടോപ്പ് റാങ്ക് ആയ സഫയർ എക്സിക്യൂട്ടീവ് റാങ്കിൽ നിന്നുകൊണ്ട് ഇന്ന് ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ കായംകുളം സ്വദേശി ജോബി യോഹന്നാൻ സാറിനെ നെക്സ്റ്റ് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. ഗുഡ് ഈവനിങ് ഓൾ. സൗണ്ട് ഓഡിയബിൾ Good evening, sir. Yes, sir. ഓക്കെ താങ്ക് യു. ജോൺസൺ സാർ പേര് പരിചയപ്പെടുത്തി, ജോബി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് സ്വദേശം. ഇന്ന് നിങ്ങൾ ഇവിടെ കേട്ട അവസരം കുറച്ചു നാൾ മുമ്പ് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാര്യം ദൈവത്തിന്റെ അനുഗ്രഹം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ഓരോ മനുഷ്യനെ കുറിച്ച് ഓരോരോ പദ്ധതികളുണ്ട്. തീർച്ചയായിട്ടും എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ അവസരം എന്റെ മുമ്പിൽ വന്നു. ആ അവസരം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാനൊരു കേബിൾ TV മേഖലയിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു മേഖലയിൽ കുറേയധികം കോമ്പറ്റീഷൻ ഉണ്ട്, എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു. അതിന്റെ പൂർത്തി സൈഡായിട്ട് മറ്റു ചില ബിസിനസ്സുകൾ ചെയ്തിരുന്നു. വൈഫ് നേഴ്സാണ്, വിദേശത്തായിരുന്നു ജോലി ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യാദൃശ്യമായിട്ട് ഈ ഒരു അവസരം എന്റെ മുമ്പിൽ ഒരു സുഹൃത്ത് കൊണ്ടുവരുന്നത്. ആദ്യം കേട്ട സമയത്ത് തന്നെ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരത്തെ കുറിച്ച് കേൾക്കുന്നത്. കേട്ടപ്പോൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട് സ്നേഹപൂർവ്വം നിരസിച്ചു. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു. ആ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ, ഈ ഒരു ബിസിനസ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഏക കാരണം ആ ഒരു പ്രോഡക്റ്റ് ആണ്. അത് മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങളിവിടെ കേട്ട ഐപ്പൾസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. പക്ഷെ എന്റെ ജീവിതത്തിൽ അത് മൈപ്പൾസ് ആയ പ്രോഡക്റ്റ് ആണ്. കാര്യം അത്രയധികം എന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊണ്ട്, അത്രയധികം ജീവിതത്തിൽ സന്തോഷം കൊണ്ട് തന്ന ഒരു പ്രോഡക്റ്റ്. സ്വാഭാവികമായിട്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാതെ എനിക്കൊരു എക്സ്പീരിയൻസും പറയാനില്ല. കാര്യം എന്റെ ജീവിതത്തിൽ അത്രയധികം സന്തോഷം കൊണ്ട് തന്ന പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കൊരു മകളുണ്ട്. മകളെ സംബന്ധിച്ചിടത്തോളം മകളുടെ സ്കിന്നിൽ ഏകദേശം ഒരു 2.5 വയസ്സ് കഴിഞ്ഞ സമയത്ത് സ്കിന്നിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു. 2.5 വയസ്സ് മുതൽ 5.25 വയസ്സ് വരെ കൊണ്ട് നടന്ന് കാണിക്കാത്ത ഹോസ്പിറ്റലില്ല. ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചു, എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ, വിഷമത്തിൽ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് യാദൃശ്യമായിട്ട് ആ സുഹൃത്തിന്റെ ആ പ്രോഡക്റ്റ് തരുന്നത്. എന്തായാലും അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചു. പക്ഷെ ആ പ്രോഡക്റ്റ് വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മകൾക്കൂടെ കൊടുത്തു. പക്ഷെ കുഞ്ഞ് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ആ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഏകദേശം മോൾ ഒരു 2 ആഴ്ച മോൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് കുഞ്ഞിന്റെ സ്കിന്നിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ കാണിച്ചു തുടങ്ങിയ സമയത്താണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുന്നത്, സൈറ്റിലൊക്കെ കയറി നോക്കുന്നത്. അപ്പൊ നോക്കിയ സമയത്ത് വൈഫാണ് ആദ്യമായിട്ട് ആ പ്രോഡക്റ്റിനെ കുറിച്ച് നോക്കുന്നത്. നോക്കിയ സമയത്ത് അവൾ പറഞ്ഞു, ആന്റി ഓക്സിഡന്റ് കൂടിയ പ്രോഡക്റ്റ് ആണല്ലോ, നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എന്തായാലും മോക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് പ്രോഡക്റ്റ് കൂടെ ഞാൻ പർച്ചേസ് ചെയ്തു. അങ്ങനെ
ആ പ്രോഡക്റ്റിലൂടെ എന്റെ കുഞ്ഞിന് കിട്ടിയ റിസൾട്ട് ആണ് ഈ ഒരു ബിസിനസ്സിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. കാര്യം ഒരുപാട് പൈസ മകൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കി, ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്തു, എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്ന ഒരു കാര്യം ഐപ്പൾസ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിലൂടെ എന്റെ കുഞ്ഞിന് കിട്ടിയ റിസൾട്ട്, കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. അവരൊക്കെ ചോദിച്ചു എങ്ങനെ മകൾക്ക് ഈ വ്യത്യാസം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിലൂടെയാണെന്ന് പറഞ്ഞ സമയത്ത് പലരും എന്നോട് ഈ പ്രോഡക്റ്റ് ചോദിച്ച സമയത്ത് ആ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ പ്രോഡക്റ്റുകൾ എടുത്ത് കൊടുത്തു തുടങ്ങി. പക്ഷെ പിന്നീട് പ്രോഡക്റ്റുകൾക്ക് റീ ഓർഡർ വന്ന സമയത്താണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യതകളെ കുറിച്ച് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും ആ സാധ്യത മനസ്സിലാക്കിയിട്ട് എനിക്കും പ്രോഡക്റ്റ് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എടുത്തുകൊണ്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. അങ്ങനെ തുടങ്ങി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ന് കമ്പനിയുടെ സഫയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്താൻ സാധിച്ചു. അതിനേക്കാളെല്ലാം ഉപരി ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് പല കാര്യങ്ങളിലും. എങ്കിൽ പോലും ഈ ഒരു ബിസിനസ്സിലൂടെ ഒരുപാട് ആൾക്കാരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിനും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിനും നമ്മളൊരു കാരണക്കാരനാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തു. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും വരുമാനവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിന്റെ സാധ്യത എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങി വന്ന സമയത്ത് മനസ്സിലായി ഇന്ന് ലോകത്തിൽ ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ, മനുഷ്യനായിട്ട് ലോകത്തിൽ ജനിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ആവശ്യകതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതിനകത്ത് പ്രായപരിധി ഒന്നുമില്ല, ഏതൊരു വ്യക്തിക്കും ആവശ്യകതയുള്ള ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അല്ലെ, ഈ അവസരം കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്താൽ എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ജീവിതത്തിൽ പ്രതീക്ഷകൾ ഇല്ലാതാവുന്നതാണ്. ഏതൊരു കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാൻ പറ്റും അവന്റെ മുമ്പിൽ മുമ്പോട്ട് എങ്ങനെ എന്ത് എന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഇൻഡസ്ട്രി ഏറ്റെടുക്കുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ചും എന്റെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു അവസരം ഏറ്റെടുത്ത സമയത്ത് ഈ ഒരു അവസരത്തിലൂടെ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ജീവിതത്തിൽ നമുക്ക് പ്രതീക്ഷകൾക്ക് വകയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവാണ് എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഏറ്റെടുപ്പിച്ചത്. അതിന് പ്രധാനമായിട്ടും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കമ്പനിയെ കുറിച്ച് ഞാൻ നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്തു. കമ്പനിയെ കുറിച്ച് സ്റ്റഡി ചെയ്ത സമയത്ത് മനസ്സിലായി ഈ ഒരു കമ്പനി സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്ന ഒരു കമ്പനി. അതായത് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണ്, ഞാൻ അതിനകത്ത് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 ഇന്ത്യയിൽ ഈ കമ്പനി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഏകദേശം ഒരു 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഒരൊറ്റ പ്രോഡക്റ്റുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത ഒരു കമ്പനിയാണ്. അപ്പൊ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ കോൺഫിഡൻസ് ആ പ്രോഡക്റ്റിനോട് അല്ലെ ഈ ബിസിനസിനോടുള്ള കമ്പനിയുടെ കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഞാനൊന്ന് പരിശോധിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ആ ഒരു ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച സമയത്ത് അവരുടെ വിഷനും കാര്യങ്ങളും ഒക്കെ പരിശോധിച്ച സമയത്ത് മനസ്സിലായി ഈ ഒരു ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ബിയോണ്ട് 21st സെഞ്ചുറി എന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടിയാണ് 100% ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് പറയാൻ പറ്റും ഈ കമ്പനി ബിയോണ്ട് 21st സെഞ്ചുറികൾക്ക് ശേഷവും മുമ്പോട്ട് ഒരുപാട് യാത്ര ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പൊ അത് വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. അതിനുശേഷം ഈ കമ്പനിയുടെ പ്രോഡക്റ്റുകളെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്ത സമയത്ത് മനസ്സിലായി ഒരൊറ്റ പ്രോഡക്റ്റുമായിട്ട് ലോഞ്ച് ചെയ്ത കമ്പനിയാണെന്ന് പറഞ്ഞ് മനസ്സിലായി. സ്വാഭാവികമായിട്ടും ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 10 വർഷമായി കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. 10 വർഷം കൊണ്ട് ഒരു ലാഭം മാത്രം പ്രതീക്ഷിച്ചു വരുന്ന കമ്പനി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ 100 കണക്കിന് 1000 കണക്കിന് പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ വന്നത്. പക്ഷേ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം മാത്രമല്ല അവിടെ കാര്യം, വരുന്ന ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യാനെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അവരെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും മനുഷ്യന് പ്രയോജനമുള്ള ഉപകാരമുള്ള പ്രോഡക്റ്റ് മാത്രം മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും 10 വർഷം കൊണ്ട് നമുക്ക് നിലവിൽ 6 പ്രോഡക്റ്റുകൾ. ആ 6 പ്രോഡക്റ്റും ഏതൊരു മനുഷ്യനും ആവശ്യകതയുള്ള പ്രോഡക്റ്റാണ്. അവയർനെസ് കൊടുത്ത് അത് ഒരിക്കലും വിൽക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ്. അപ്പം അങ്ങനെ നിലവിൽ 10 വർഷം കൊണ്ട് 6 പ്രോഡക്റ്റ് ഉള്ള ഒരു കമ്പനി. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ലീഗാലിറ്റി 100% നമ്മൾ ഏറ്റവും കൂടുതൽ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് നിയമപരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട്. എന്തായാലും ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമുക്ക് അഭിമാനത്തെ പറയാൻ പറ്റും, സർക്കാർ പറയുന്ന എല്ലാ നോംസും പാലിച്ച് 100% ഗ്യാരണ്ടിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി. ഈ 3 കാര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ പറഞ്ഞു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രതീക്ഷയ്ക്ക് വകയില്ലായ്മയാണ്. കാര്യം എന്തൊക്കെ ചെയ്തിട്ടും പ്രതീക്ഷകൾക്ക് വകയില്ലെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഒത്തു വന്ന ഒരു കമ്പനി ഇന്ത്യയിലുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസിന്റെ സാധ്യത നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടിയതോടുകൂടി ഈ ഒരു ബിസിനസിനെ ഏറ്റെടുത്ത് എന്തായാലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ മുമ്പിലുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു ബിസിനസ്സിലൂടെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏകദേശം ഒരു 79 ലക്ഷം രൂപയ്ക്കകത്ത് വരുമാനം അക്കൗണ്ടിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ കമ്പനിയുടെ ഡയമെൻഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഉണ്ടെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബിസിനസിനെ ഇഷ്ടപ്പെട്ട് നെഞ്ചിലേറ്റിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു. അപ്പം എന്തായാലും അവസരം കേട്ടത് നിങ്ങളാണ്.
നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ എന്തുണ്ട് പ്രതീക്ഷിക്കുക? എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ എങ്ങും എത്താതെ പൈസാം കാലത്തോ അല്ലെ ഒരു 10, 50, 60 വയസ്സിൽ പോലും ജീവിതത്തിൽ കഷ്ടപ്പെടേണ്ട അവസ്ഥയുള്ളവരാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ ജീവിതത്തിൽ ഒരു 3 വർഷം ഒരു ആത്മാർത്ഥമായിട്ട് ഒരു 3 വർഷം സിൻസിയറായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ 3 വർഷം കൊണ്ട് തന്നെ നമുക്കൊരു സേഫ് സോണിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഏതൊരു മേഖലയായിക്കോട്ടെ, ആക്റ്റീവ് ഇൻകത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ആശയം. അങ്ങനെ സാധാരണക്കാരെ നമ്മളെ പോലുള്ളവരെ സംബന്ധിച്ച് ഒരു ബിസിനസ്സുകാരെ കാറ്റഗറിയിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും ഒക്കെ നേരിടുന്നവരാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ. അവരുടെ മുമ്പിൽ ദൈവം കൊണ്ടു തന്ന ഒരു അവസരമാണെന്ന് ഇത് തിരിച്ചറിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. യാതൊരു സംശയം വേണ്ട. കാര്യം അതിന് ഇന്ന് ജയച്ചൻ സാറ് സ്ക്രീനിൽ പറയുന്നത് കേട്ട് ഇന്ന് കമ്പനിയിൽ ഏകദേശം കേരളത്തിൽ നിന്ന് മാത്രം 21 കോടീശ്വരന്മാരെ കമ്പനിയിൽ 89ഓളം കോടീശ്വരന്മാരെ നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കമ്പനി ഓപ്പൺ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 2030 ആകുമ്പോഴത്തേന് ഇൻഡസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെ ഏകദേശം 1000ഓളം കോടീശ്വരന്മാരെ ഇന്ത്യയിൽ സൃഷ്ടിക്കുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100%, കാര്യം പറയുന്നത് ചെയ്യുന്ന ഒരു കമ്പനിയാണ്, 100% അത് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവസരം കേട്ട ഞാനോ നിങ്ങളോ ആരോ ആയിക്കോട്ടെ, പക്ഷെ ആ ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100% ഗ്യാരണ്ടിയോടുകൂടി പറയാൻ പറ്റും നിങ്ങളും ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രിയിലൂടെ ഒരു കോടീശ്വരനായിട്ട് മാറും. അതിനു വേണ്ടിയിട്ട് യാതൊരു സംശയമില്ല. അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ബിസിനസ്സിനെ നിങ്ങൾ ഏറ്റെടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ സക്സസ്. ജയ് ഇൻഡസ്ട്രി. താങ്ക് യു സാർ, താങ്ക് യു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ജോബി സാറ് ഈ ലാസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇന്ന് വളരെ മനോഹരമായ രീതിയിൽ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത ജയചന്ദ്രൻ സാറിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ബിസിനസ്സിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ജോർജ് വർഗീസ് സാർ, ഫവാദ് സാർ എന്നിവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേക ലാസ്റ്റിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തന്ന ജോബി സാറിനും കമ്പനിയുടെ പേരിൽ, ഇൻഡസ്ട്രിയുടെ പേരിൽ ഹാർദവമായി നന്ദി പറയുന്നു.